നമുക്ക് അടുത്ത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? വേണ്ട. ഓക്കെ, 3 മാർക്ക് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻസിന്റെ നോട്ടാണ്. റൈറ്റ് നോട്ട് ഓൺ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻസ്. എന്താണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ? ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും എന്താണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ? എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുന്ന ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് ആണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് എവിഡൻസുകൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് യൂസ് ചെയ്ത് നമ്മൾ എന്താണ് ഒരു ഹെൽത്ത് കെയർ ഡിസിഷൻ എടുക്കുന്നതിനെയാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻസ്. അപ്പൊ ആ പേര് തന്നെ ഉണ്ട്, നമ്മൾ എവിഡൻസ് ബേസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്, മെഡിസിൻ എടുക്കുന്നത്. അപ്പൊ ആ ഒരു എവിഡൻസ് എവിടെ നിന്നായിരിക്കും നമുക്ക് വരുന്നത്? റിസർച്ച്, ക്ലിനിക്കൽ പ്രാക്ടീസിൽ നിന്നൊക്കെ ആയിരിക്കും. അതായത് അപ് ടു ഡേറ്റ് ആയിട്ട് നടക്കുന്ന റിസർച്ചുകളാണ്. ആ ഒരു റിസർച്ച് എവിഡൻസുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഈ ഒരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ അല്ലെങ്കിൽ EBMല് മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന 3 കമ്പോണൻസ് ആണ്. 4 കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ്, രണ്ടാമത്തത് ബെസ്റ്റ് അവൈലബിൾ റിസർച്ച് എവിഡൻസ്, മൂന്നാമത്തത് പേഷ്യന്റ് വാല്യൂസ് ആൻഡ് പ്രിഫറൻസസ്. അപ്പം ഈ ഒരു 3 കമ്പോണന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കുന്നത്, ഏത് ട്രീറ്റ്മെന്റ് ആണ് ബെസ്റ്റ് എന്ന്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ പേഷ്യന്റിന്റെ വാല്യൂ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രിഫറൻസും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. പേഷ്യന്റ് വാല്യൂ പ്രിഫറൻസും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ നടക്കുന്നത്. അപ്പം എവിഡൻസ് ബേസ്ഡ് മെഡിസിന്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഇംപ്രൂവ്ഡ് ആയിട്ട് ഉള്ള പേഷ്യന്റ് ഔട്ട്കം കിട്ടുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഹെൽത്ത് കെയർ ഡിസിഷൻ എടുക്കുക. ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഡിസിഷൻ എടുത്തുകൊണ്ട് പേഷ്യന്റിന്റെ ഔട്ട്കംസ് ഇംപ്രൂവ് ചെയ്യുക എന്നാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുക. ഇത് മൂന്നും ഇതിന്റെ മെയിൻ ഫീച്ചറാണ്. അപ്പം മേജർ ആസ്പെക്ട് നമ്മൾ പറഞ്ഞ പോലെ ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ്. അപ്പൊ ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് കൊണ്ട് നമ്മൾ റെഫർ ചെയ്യുന്നത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ എബിലിറ്റിയാണ്. അതായത് ഈ ട്രീറ്റ് ചെയ്യുന്നവരുടെ ഡോക്ടേഴ്സ് ആണ്, ഫിസിഷ്യൻസ് ആണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട്. അപ്പൊ അവരുടെ ഒരു എബിലിറ്റിയാണ്. കാരണം അവരുടെ നോളജും സ്കിൽസും അല്ലെങ്കിൽ നേരത്തെയുള്ള പാസ്റ്റ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, പേഷ്യന്റ് കെയറിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ അപ്ലൈ ചെയ്യുകയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക അല്ലെങ്കിൽ അസസ് ചെയ്യുക ഏതാണ് കണ്ടീഷൻ എന്നുള്ളത്. അതൊക്കെ നമ്മുടെ പാസ്റ്റ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ടോ നോളജ് വെച്ചിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു റിസർച്ച് വരുവാണെങ്കിൽ ആ റിസർച്ച് എവിഡൻസ് എത്രത്തോളം ഉണ്ടെന്ന്, അതിന്റെ ഒരു റിലവൻസ് എത്രത്തോളം ഉണ്ടെന്ന് ജഡ്ജ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരായിരിക്കുക. അതുപോലെ ഓരോ ട്രീറ്റ്മെന്റും ഓരോ പേഷ്യൻസിനും ഓരോ ട്രീറ്റ്മെന്റ് ആയിരിക്കും. അതായത് എല്ലാവർക്കും ഒരേ മരുന്നെന്നല്ലാതെ നമ്മുടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ട്രീറ്റ്മെന്റ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള എക്സ്പെർട്ടൈസ് ആകുക. അപ്പൊ ഈ ഒരു ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് കൊണ്ട് നമ്മൾ എൻഷുർ ചെയ്യുന്നത് എന്താണ്? അതായത് റിയൽ വേൾഡ് ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നമുക്ക് എന്താ അപ്രോപ്രിയേറ്റ്ലിയും അതുപോലെ തന്നെ സേഫ് ആയിട്ടും നമ്മുടെ ആ ഒരു എക്സ്പെർട്ടൈസ് അപ്ലൈ ചെയ്യാൻ പറ്റണം. ആ ഒരു എവിഡൻസ്, അതായത് ഈ ഒരു എവിഡൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് അപ്ലൈ ചെയ്താൽ, അത് ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ചെയ്യാൻ പറ്റൂ. അതായത് ആ ഒരു നോളജ് ഉണ്ടെങ്കിലേ നമുക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് ആണ് ആദ്യത്തെ കോർ കമ്പോണന്റ്. രണ്ടാമത് വരുന്നത് ബെസ്റ്റ് അവൈലബിൾ എവിഡൻസ് ആണ്. ഇനി ഈ എവിഡൻസ് ഒക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? അപ്പൊ നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണല്ലോ, എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ മെഡിസിൻ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ മെയിൻ ആയിട്ട്
നമുക്ക് എവിഡൻസ് കിട്ടുന്നത് റിസർച്ചുകളിൽ നിന്നാണ്, ഡിഫറെന്റ് റിസർച്ച് ഫൈൻഡിങ്സിൽ നിന്നാണ്. അതായത് പല പല സ്റ്റഡീസ് നടന്നിട്ടുണ്ടാവും, റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിവ്യൂസ്, മെറ്റാ അനാലിസിസ്, പല പല സ്റ്റഡീസ് നമ്മൾ റിവ്യൂ ചെയ്യും. കുറെ ഒരു ഡിസീസിന്റെ തന്നെ പല പല ഡ്രഗ്സ് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സൈഡ് എഫക്ട്സ് വരുന്നുണ്ടെന്നാവാം, സൈഡ് എഫക്ട്സ് ഇല്ലാത്ത, അങ്ങനെ പല പല സ്റ്റഡീസ് നടന്നിട്ട്, അല്ലെങ്കിൽ റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽസിൽ ഡിഫറെന്റ് ഗ്രൂപ്പ്സ്, കൺട്രോൾ ഗ്രൂപ്പും ഡിസീസ്ഡ് ഗ്രൂപ്പും കാണും. എന്നിട്ട് നമ്മൾ ഡ്രഗ് കൊടുക്കുന്ന ഒരു ട്രയലാണ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ. അപ്പൊ ഇങ്ങനത്തെ ഡിഫറെന്റ് സ്റ്റഡീസിന്റെ റിസൾട്ട് ബേസ് ചെയ്തിട്ട് ആണ് നമുക്ക് എവിഡൻസ് കിട്ടുന്നത്. അതുപോലെ ഈ ഒരു എവിഡൻസ് എന്തായിരിക്കണം, കറക്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന്റെ വാലിഡിറ്റി, റിലയബിലിറ്റി, അതുപോലെ തന്നെ പേഷ്യന്റ് പോപ്പുലേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ക്രിട്ടിക്കലി നോക്കുക. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉറപ്പ് വരുത്താൻ പറ്റും. അതായത് റിസർച്ച് നടന്ന് പല റിസർച്ചുകളിലും നല്ല രീതിയിലും അതുപോലെ തന്നെ മാനിപ്പുലേഷൻസും നടക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു റിസർച്ച് ഔട്ട്കമ്മിന്റെ വാലിഡിറ്റിയും റിലയബിലിറ്റിയും കൂടി നോക്കുക. അപ്പൊ നമ്മൾ സ്ട്രോങ് എവിഡൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇറർ റിഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഔട്ട്കം ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിൽ പേഷ്യന്റ് വാല്യൂസും പ്രിഫറൻസും നമ്മളിവിടെ നോക്കും. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻസിൽ എല്ലാവരുടെ, അതായത് പേഷ്യൻസിന്റെ ചോയ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ അവരുടെ കൾച്ചറൽ, സോഷ്യൽ, പേഴ്സണൽ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, ഷെയർ ഡിസിഷൻ മേക്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ പേഷ്യൻസിനും എന്താണ്, അവരുടേതായ യൂണീക്ക് ആയിട്ടുള്ള വാല്യൂസ്, വിശ്വാസങ്ങൾ, എക്സ്പെക്ടേഷൻസ് ഒക്കെ കാണും. അവരുടെ സാറ്റിസ്ഫാക്ഷനും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് അവർ മെഡിക്കേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് അതിലൊരു വിശ്വാസം വരണം. അപ്പൊ ആ ഒരു അദറൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഡിസിഷൻ ആയിരിക്കും എവിഡൻസ് ബേസ്ഡ് മെഡിസിൻസിൽ വരുന്നത്. അതുപോലെ ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട്, അതായത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ക്ലിനിക്കൽ ഡിസിഷൻ എടുക്കണം അല്ലെ. അപ്പൊ ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ മെയിൻ ആയിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ് ലൈൻസ്, ഇലക്ട്രോണിക് ഡേറ്റാബേസ്, ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഡിസിഷൻ സപ്പോർട്ട് ടൂൾസ്. അതായത് ഇപ്പം നമുക്ക് എന്താ ഇങ്ങനത്തെ ചെറിയ റിസോഴ്സസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഒരു ഡോക്ടർ ഇരിക്കുകയാണെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഡോക്ടറിന് നമുക്ക് സിസ്റ്റത്തിൽ, അതായത് ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ററാക്ഷൻസ്, ഡ്രഗ് ഇന്ററാക്ഷൻസ് ഒക്കെ കാണുന്ന രീതിയിൽ ആക്കാം. അല്ലെങ്കിൽ എന്താ പുതിയതായിട്ടുള്ള പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് അതിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഇലക്ട്രോണിക് ഡേറ്റാബേസ് അല്ലെങ്കിൽ നേരത്തെ ഇന്ററാക്ഷൻസ് വരാൻ സാധ്യതയുണ്ടോ, സൈഡ് എഫക്ട്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഡോസിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഡീറ്റെയിൽസ് കൊടുക്കാം. അങ്ങനെ സോഫ്റ്റ്വെയർസ്, ടൂൾസ് യൂസ് ചെയ്യാം. അങ്ങനെ ഡിസിഷൻ സപ്പോർട്ട് ടൂൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് ക്ലിനിക്കൽ ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാം. അതായത് പുതിയതായിട്ടുള്ള എവിഡൻസ് ബേസ് ചെയ്തിട്ട്. അങ്ങനെ എന്താ ക്ലിനിഷ്യൻസിന് ക്വിക്കായിട്ട് അതുപോലെ ആക്യുറേറ്റ് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ക്ലിനിക്കൽ പ്രാക്ടീസിൽ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. അപ്പം EBMന്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ഒരു ക്ലിനിക്കൽ ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് അതിന്റെ എവിഡൻസ് സെർച്ച് ചെയ്യുക, അത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക. പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ആ ഒരു റിലയബിലിറ്റിയും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുക, ആ ഒരു എവിഡൻസ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഡിഫറെന്റ് സ്റ്റെപ്സ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടി വരും. അതുപോലെ മെറിറ്റ്സ്, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻസിന്റെ മെറിറ്റ്സ് എന്താണ്, നമുക്ക് പേഷ്യന്റ് ഔട്ട്കം ഇൻക്രീസ് ചെയ്യാൻ പറ്റും അല്ലെ. പേഷ്യന്റ് ഔട്ട്കം ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഡിസിഷൻസ് എടുക്കുന്നത് എൻഹാൻസ് ചെയ്യാൻ പറ്റും. എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് റിസോഴ്സുകൾ യൂസ് ചെയ്യുക. പിന്നെ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. അതായത് ട്രാൻസ്പെറൻറ്റ് പേഷ്യൻസിന്റെ കൂടി കൺസെന്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, അതായത് അവരുടെ പ്രിഫറൻസ് കൂടി നോക്കാറുണ്ട്. അപ്പൊ ഇതാണ് മെറിറ്റ്സ്. അപ്പൊ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാ ഹെഡിങ് ഇൻക്ലൂഡ് ചെയ്യുക, ഷോർട്ട് ആയിട്ട് ആൻസർ ചെയ്യുന്നതാണ് നമുക്ക് ആ ഒരു ടൈമിൽ ആൻസർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ഡ്രഗ്സ് ആണ്. അപ്പൊ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻസ് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത എസെൻഷ്യൽ ഡ്രഗ് ആണ്. അപ്പൊ എസെൻഷ്യൽ ഡ്രഗിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റ് നമ്മൾ WHO ഇറക്കുന്ന ഒരു ലിസ്റ്റ് ആണ് അല്ലെ. അപ്പം ഇതെന്ന് പറയുമ്പം നമ്മുടെ പോപ്പുലേഷനിൽ ആൾക്കാർക്ക്, പോപ്പുലേഷനിൽ അവർക്ക് അത്യാവശ്യമായിട്ട് കിട്ടേണ്ട മെഡിസിൻസിനെ
മെഡിസിൻസിനെയാണ് എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറ്. അതായത് പ്രയോറിറ്റി ഹെൽത്ത് നീഡ്സ് അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള മെഡിസിൻസിനെ സെപ്പറേറ്റ് എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു മെഡിസിൻസ് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളത് പബ്ലിക് ഹെൽത്ത് റിലവൻസ്, അത്യാവശ്യമായിട്ടുള്ള ഡ്രഗ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിന് എഫക്റ്റീവ്നെസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഡ്രഗ്സ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അത് സേഫ് ആണെന്നും. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ മെഡിസിൻസ് എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെഡിസിൻസ് പബ്ലിക് ഹെൽത്ത് റിലവന്റ് ആണെന്നും എഫക്റ്റീവ്നെസ് അത് എഫക്റ്റീവ് ആണെന്നും സേഫ് ആണെന്നും അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് പ്രൂവ് ആണ്. അതായത് വലിയ വില കൂടിയ മെഡിസിൻസ് അല്ലാതെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഡിസിൻസ് ആയിരിക്കും എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലിസ്റ്റ് മെയിൻ ആയിട്ടും പ്രിപ്പയർ ചെയ്യുന്നത് WHO ആണ്, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ WHO എന്ത് ചെയ്യും, ഉണ്ടാക്കുന്ന ആ ഒരു ലിസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കൺട്രീസ് അവരുടേതായ നാഷണൽ EMLs പ്രിപ്പയർ ചെയ്യാറ്. അപ്പം WHO അല്ലാതെ നാഷണൽ ഹെൽത്ത് അതോറിറ്റീസ്, ഇന്റർനാഷണൽ ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഒക്കെയും എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് WHO ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം എസെൻഷ്യൽ മെഡിസിൻസിന്റെ പർപ്പസ്, മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പം മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷനിലും ഈ ഒരു എസെൻഷ്യൽ മെഡിസിൻ അഫോർഡബിൾ ആയിരിക്കുക, അതായത് എല്ലാവർക്കും കിട്ടുക. നമുക്ക് ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ പല ലെവലിലുള്ള ആൾക്കാർ കാണും അല്ലെ, അതായത് മെഡിസിൻസ് അഫോർഡ് ചെയ്യാൻ ഒത്തിരി പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നവരും കാണും, അല്ലാത്തവരും കാണും. പക്ഷെ എല്ലാവർക്കും ഈ ഒരു മെഡിസിൻ എസെൻഷ്യൽ ആയിട്ട് ഒരേ രീതിയിൽ കിട്ടുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. അതാണ് ഓൾ ലെവൽസ് ഓഫ് ഹെൽത്ത് കെയറിലും നെസസറി മെഡിസിന്റെ ആക്സസ് ഇംപ്രൂവ് ചെയ്യുക, എല്ലാവർക്കും ഒരേപോലെ കിട്ടുക. അതുപോലെ തന്നെ ലൈഫ് സേവിങ് ട്രീറ്റ്മെന്റ്സ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യതയുള്ള വൈറ്റൽ മെഡിസിൻസ് ട്രീറ്റ്മെന്റ്സ് അത് കണ്ടിന്യൂസ്ലി അവൈലബിൾ ആകുക എന്നുള്ളതാണ് വേറൊരു ഇതിന്റെ പർപ്പസ്. ഈ എസെൻഷ്യൽ മെഡിസിന്റെ വേറൊരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് പോപ്പുലേഷന്റെ നീഡ്, ഇത് സെയിം കാര്യം തന്നെയാണ് എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റിൽ നമ്മൾ സെയിം കാര്യം തന്നെയാണ് വരുന്നത്, പിന്നെ ഡിഫറെന്റ് ഹെഡിങ്സിൽ വരുന്നുണ്ട് ഉള്ളൂ. അപ്പം എന്താണ്, നമ്മുടെ മെജോറിറ്റി പോപ്പുലേഷനും അത്യാവശ്യം ഹെൽത്ത് കെയർ നീഡ്സ് അഡ്രസ് ചെയ്യുന്നത്, അതായത് ഫുൾഫിൽ ചെയ്യുന്ന മെഡിസിൻസ് ആയിരിക്കുക. ഡിസീസ് പ്രിവാലൻസും ട്രീറ്റ്മെന്റ് എഫക്റ്റീവ്നെസ് ബേസ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കണം സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എപ്പോഴും അവൈലബിൾ ആയിട്ട് നമുക്ക് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കുക. ഇനി ഇനി എസെൻഷ്യൽ മെഡിസിൻസിന്റെ ഒരു അവൈലബിലിറ്റി, അതായത് എന്തൊക്കെയാണ് എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡോസേജ് ഫോം പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ അഡ്വക്കേറ്റ് ക്വാണ്ടിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ അഷ്വേർഡ് ക്വാളിറ്റി സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് എസെൻഷ്യൽ മെഡിസിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ റാഷണൽ യൂസ് ഓഫ് മെഡിസിൻ, മെയിൻ ആയിട്ട് ഈ ഒരു ഇമ്പോർട്ടൻസ് നോക്കുക. അതായത് നമ്മൾ നല്ല രീതിയിൽ യുക്തിപരമായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് റാഷണലി ഡ്രഗ് യൂസ് ചെയ്യുക, മെഡിസിൻസ് യൂസ് ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്യാൻ. അതായത് ഇപ്പൊ നമുക്കറിയാം ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ യൂസ് ഇറാഷണൽ ആയിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ഈവൻ ആന്റി വൈറൽ ഡിസീസിന് പോലും നമ്മൾ ആന്റിബയോട്ടിക് എടുക്കുന്ന കാലം, അല്ലെങ്കിൽ ചെറിയൊരു പനി വരുമ്പോൾ പോലും ആന്റിബയോട്ടിക് എന്താണ് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നത്, അത് പ്രിവെന്റ് ചെയ്യുക. അതുപോലെ റാഷണലി യൂസ് ചെയ്യുന്നത്, അത് കറക്റ്റ് ഡിസീസിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് EMLന്റെ ഒരു ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ റിസോഴ്സസിൽ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാനൊക്കെ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ തന്നെ എന്താണ് ഓവറോൾ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് ഓഫ് EML വരുന്നത്. നമ്മൾ കുറച്ച് ഡ്രഗ്സ്, അതായത് WHO എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റിൽ വരുന്ന ഡ്രഗ്സ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം OTC ആയിട്ട് നമുക്ക് കിട്ടുന്ന
പാരസെറ്റമോൾ ഒക്കെ, പാരസെറ്റമോൾ, ബുപ്രൂഫൻ അതുപോലെയൊക്കെയുള്ള ഡ്രഗ്സ് ആണ് ഇത് എസെൻഷ്യൽ മെഡിസിൻസിൽ വരുന്നത്. അതിൽ അമോക്സിസിലിൻ, അസിത്രോമൈസിനും ഒക്കെ എന്താണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. അപ്പൊ ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ് എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റിൽ. അതുപോലെ ഇൻസുലിൻ കോമൺ ആയിട്ട്, അത് ഈ ഒരു ഡിസീസ് ഡയബറ്റീസ് കാരണം എന്താണ് ഇൻസുലിനൊക്കെ അത്രയും എസെൻഷ്യൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഇൻസുലിൻ, മെറ്റ്ഫോമിൻ ഇതൊക്കെ EML ഡ്രഗ്സിന്റെ കുറച്ച്, ഇത് EML 2023 ആണ്. അതായത് നമ്മള് ഈ ഒരു ലിസ്റ്റ് എന്താണ് 5 ഇയർ ബേസ് ചെയ്തിട്ടാണ് ലിസ്റ്റ് റിവൈസ് ചെയ്യാറ്. അപ്പം ആ ഒരു ബേസിൽ 2023 ബേസ് ചെയ്തിട്ടുള്ള ഡ്രഗ്സ് ആണ് ഇതൊക്കെ. അപ്പൊ എസെൻഷ്യൽ മെഡിസിൻ കോൺസെപ്റ്റ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് WHO ആണ് 1977 അതുപോലെ മെയിൻ ആയിട്ട് ഇതിന്റെ ഇനീഷ്യേറ്റ് എന്തിനായിരുന്നു? കോമൺ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഡിസീസസിന് എല്ലാ പോപ്പുലേഷനും ഓൾ ടൈമിൽ അവൈലബിൾ ആക്കുക, മെഡിസിൻസ് അവൈലബിൾ ആക്കുക എന്നുള്ള എയിമോട് കൂടിയാണ് WHO ഈ ഒരു ലിസ്റ്റ്, ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് മോസ്റ്റ് നെസസറി, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള മെഡിസിൻസ് എല്ലാവർക്കും കോമൺലി എല്ലാ പോപ്പുലേഷനിലും അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ എയിം. അപ്പൊ WHO എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 1977 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് സിൻസ് ദെൻ അപ്പൊ തൊട്ട് എവറി 5 ഇയേഴ്സ് ഇവരെന്ത് ചെയ്യും? ഈ ലിസ്റ്റ് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഈ ഒരു റിവൈസ് ചെയ്യുമ്പം നമ്മുടെ എന്താണ് പഴയ അല്ലെങ്കിൽ ലെസ് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസിനെ റിമൂവ് ചെയ്തിട്ട് പുതിയ സേഫറും മോർ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസിനെ ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ കറന്റ് ഗ്ലോബൽ ഹെൽത്ത് കെയർ നീഡ്സ് മീറ്റ് ചെയ്യുന്നതായി EML മീറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ EML അത് എൻഷുർ ചെയ്യുന്നുണ്ട്. അതായത് നമുക്കിപ്പം അറിയാം കുറെ ഡ്രഗ്സ് തന്നെ സൈഡ് എഫക്ട്സ് കാരണം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ബാൻ ചെയ്ത ലേറ്റസ്റ്റില് നമുക്ക് ബാൻ ചെയ്ത ഡ്രഗ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പം ആ ഒരു ഇതൊക്കെ റിമൂവ് ചെയ്ത് സേഫ്, അതായത് കറന്റ്ലി റിവൈസ് ചെയ്തുകൊണ്ടേ, എപ്പോഴും കറന്റ് ഇത് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും EML അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന നമ്മുടെ റാഷണൽ യൂസ്, മെഡിസിൻസിന്റെ റാഷണൽ യൂസിന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പൊ റാഷണൽ യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എസെൻഷ്യൽ മെഡിസിൻസ് എവിഡൻസ് ബേസ്ഡ് റാഷണൽ യൂസ് ഒക്കെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിൽ വരുന്ന ഒരു ജനറൽ ടോപ്പിക്സ് ആണ്. അപ്പൊ റാഷണൽ യൂസ് എന്താണ്? നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പം കറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത്, അതായത് സേഫ് ആൻഡ് നമ്മൾ അനാവശ്യമായിട്ട് യൂസ് ചെയ്യാതെ നമ്മൾ യുക്തിപരമായിട്ട് കറക്റ്റ് റൈറ്റ് ഇൻഡിക്കേഷൻ, കറക്റ്റ് യൂസിന് കറക്റ്റ് ഡോസിൽ കറക്റ്റ് ഇന്റർവൽ ഓഫ് ടൈം ആൻഡ് ഡ്യൂറേഷനിൽ ഡ്രഗ് എടുക്കുന്നതിനാണ് നമ്മൾ റാഷണൽ ഡ്രഗ് യൂസ് എന്ന് പറയുന്നത്. അപ്പൊ റാഷണൽ ഡ്രഗ് യൂസിന്റെ പ്രൊമോട്ട് ചെയ്യുന്നത് എസെൻഷ്യൽ ഡ്രഗ് കോൺസെപ്റ്റിനെ അഡോപ്റ്റ് ചെയ്തിട്ടും, അതുപോലെ എന്താണ് ഹെൽത്ത് പ്രൊഫഷണൽസിനെ നമ്മൾ റാഷണൽ ഡ്രഗ് യൂസിന്റെ കാര്യം ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് എവിഡൻസ് ബേസ്ഡ് ക്ലിനിക്കൽ ഗൈഡ് ലൈൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ റാഷണൽ ഡ്രഗ് യൂസ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ റാഷണൽ ഡ്രഗ് യൂസ് കാരണം ഉണ്ടാവുന്നത് എന്താണ്? ഇൻഎഫക്റ്റീവ് അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള ഡ്രഗ് ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ ഇറാഷണൽ ആയിട്ട് ആന്റിബയോട്ടിക് യൂസ് ചെയ്തത് കൊണ്ട് വന്ന ഒരു കണ്ടീഷനാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അപ്പൊ ആന്റിവൈറൽ ഡിസീസിന് അല്ലെങ്കിൽ വെറുതെ ഒരു പനി വരുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാതിരിക്കുക, അത് കാരണം ഉണ്ടാകുന്ന കണ്ടീഷനാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അപ്പം അങ്ങനെ ഇൻഎഫക്റ്റീവ് ആയിട്ട് നമ്മൾ റാഷണൽ ആയിട്ട് നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ ഇൻഎഫക്റ്റീവ് അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള ഡ്രഗ് ട്രീറ്റ്മെന്റും അത് നമ്മൾക്ക് തന്നെ ഇൽനെസ് കൂട്ടുകയും പ്രൊലോങ് ചെയ്യുകയും വേഴ്സൺ കണ്ടീഷൻ ആവുകയും ചെയ്യും. ചിലപ്പോൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് വരെ കോസ് ചെയ്യാം. അപ്പൊ ഇതിൽ നമ്മളിപ്പം ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, റാഷണൽ ഡ്രഗ് യൂസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആന്റിബയോട്ടിക്കിന്റെ റാഷണൽ യൂസ് ഇൻക്ലൂഡ് ചെയ്യുക. 3 മാർക്ക് ആയതുകൊണ്ട് ഒത്തിരി ഇൻക്ലൂഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോയാൽ മതിയാവും. നമുക്കറിയാം എന്താണ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ് മെയിൻ ആയിട്ട് മോർബിഡിറ്റി അല്ലെങ്കിൽ മോർട്ടാലിറ്റി കോസ് ചെയ്യുന്നത്. മോർബിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇൽനെസ് കോസ് ചെയ്യുന്നതും, മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? മരണമാണ് അല്ലെ, ഡെത്ത് കോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസിന് വേണ്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ആന്റിബയോട്ടിക്സ് ആണ്. ഓൾമോസ്റ്റ് 1/3 എന്താണ്?
ആന്റിബയോട്ടിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആന്റിബയോട്ടിക്സ് അങ്ങനെ മിസ്യൂസ് ചെയ്യുന്നത് കാരണം ആവശ്യമില്ലാത്ത കണ്ടീഷൻ, കോമൺ കോൾഡ് അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന്, അതായത് വൈറൽ ഇൻഫെക്ഷൻസിന് വരെ നമ്മൾ എന്ത് ചെയ്യും? ആന്റിബയോട്ടിക്സ് ആന്റി ബാക്ടീരിയയെ കൊല്ലാനാണ്, അല്ലാതെ വൈറസിനെ കില്ല് ചെയ്യുന്നതല്ല. വൈറസിൽ നമ്മൾ ആന്റി വൈറൽ ഡ്രഗ്സ് ആണ് എടുക്കേണ്ടത്. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു യൂസ് കാരണം എന്താ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇപ്പം കൂടി വരികയാണ്. അപ്പൊ റാഷണലി നമ്മൾ യൂസ് ചെയ്യുക ആന്റിബയോട്ടിക്സ്. അപ്പൊ ഈ ഡയഗ്നോസിസ് ഇല്ലാതെ ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യുക, ആന്റിബയോട്ടിക്സ് ഫ്രീക്വന്റ്ലി ചേഞ്ച് ചെയ്യുക, ഡോസസ് സബ് ഒപ്റ്റിമൽ ഡോസസിൽ കൊടുക്കുക, നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക. ട്രീറ്റ്മെന്റിന്റെ സമയത്ത് 10 ദിവസമുള്ള ഡ്രഗ് നമുക്ക് 5ാമത്തെ ദിവസം പനി കുറയുമ്പോൾ നമ്മൾ കഴിക്കാതിരിക്കുന്ന കണ്ടീഷൻ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിൽ ബാക്ടീരിയ ആണോ, ആ ബാക്ടീരിയ എന്ത് ചെയ്യും? ആ ഒരു ഡ്രഗിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യും. അപ്പൊ അവർക്ക് പിന്നെ റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡ്രഗ് കൊടുത്താൽ എന്താവില്ല? നമുക്ക് ആ ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, ബാക്ടീരിയ ചാകില്ല. അപ്പൊ ആ ഒരു അതാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അപ്പം അതുപോലെ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ പസ് കളയാതെ അല്ലെങ്കിൽ ഫോറിൻ ബോഡീസ് റിമൂവ് ചെയ്യാതെ എന്ത് ചെയ്യുക? ആന്റിബയോട്ടിക്സ് എടുക്കുക. അതൊക്കെ ഇറാഷണൽ യൂസ്, അതൊക്കെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കോസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇറാഷണൽ യൂസ് പറഞ്ഞത്. ഇനി ഇഞ്ചക്ഷന്റെ കേസ് ആണെങ്കിലും നമ്മുടെ ഇഞ്ചക്ഷൻ കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് വേദന വരുമ്പോൾ പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് എന്താ? ഇഞ്ചക്ഷൻസ് അല്ലെ, ഡൈക്ലോഫെനാക്, പാരസിറ്റമോൾ ഇഞ്ചക്ഷൻസ് പ്രിഫർ ചെയ്യും പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട്. അത് പ്രിവെന്റ് ചെയ്ത് റാഷണലി ഓറൽ ഡ്രഗ്സ് തന്നെയാണ് ബെറ്റർ. അതായത് ഫാസ്റ്റ് ആക്ഷൻ വരുമെങ്കിലും ഇഞ്ചക്ഷൻസ് കാണിക്കുമെങ്കിലും നമ്മൾ മോസ്റ്റ്ലി എന്ത് ചെയ്യുക? ഓറലി ഡ്രഗ്സ് പ്രിഫർ ചെയ്യുക. അതായത് റാഷണൽ ആയിട്ട് ഇഞ്ചക്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്ട്സും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ മെയിൻ ആയിട്ട് മലേറിയ ട്രീറ്റ് ചെയ്യാൻ ക്യുനൈൻ ഇഞ്ചക്ഷൻ എടുത്തപ്പോഴാണ് ഇഞ്ചക്ഷൻസിന്റെ പോപ്പുലാരിറ്റി കൂടി വന്നത്. ഇനി നമുക്ക് OTC ഡ്രഗ്സിന്റെ സെയിലും യൂസും, അതായത് റാഷണലി യൂസ് ചെയ്യുക OTC ഡ്രഗ്സ്. നമ്മൾ OTC ഡ്രഗ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എപ്പോഴും നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഡ്രഗ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓവർ ദ കൗണ്ടർ, ഇത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടുന്ന ഡ്രഗ്സ് ആണ് OTC ഡ്രഗ്സ്. അപ്പം ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ഡ്രഗ്സും എന്താണ്? പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ, അതായത് OTC ഓവർ ദ കൗണ്ടർ ഡ്രഗ്സ് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്നത് കൊണ്ട് എന്ത് ചെയ്യും? ഡ്രഗ്സിന്റെ മിസ്യൂസ് വരാറാണ്. അങ്ങനെയാണ് ആന്റിബയോട്ടിക് എന്തായത് മിസ്യൂസ് ആയിട്ട് വന്നത്. ഇപ്പം അതുകൊണ്ട് എന്താ, നമ്മൾ ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കില്ല. കൂടാതെ എന്ത് ചെയ്യും? നമ്മുടെ ബ്ലൂ കവറിലാണ് ആന്റിബയോട്ടിക്സ് പാക്ക് ചെയ്യുന്നത്. അത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മെഷറാണ്. അപ്പം അങ്ങനെ OTC ഡ്രഗ്സ് എടുക്കുന്നത് കാരണം എന്ത് ചെയ്യും? ഫീറ്റൽ ആയിട്ടുള്ള കോൺസിക്വൻസസ്, അതായത് ഡയറി ആന്റി ഡയറിയൽ ഡ്രഗ്സ് യങ് ചിൽഡ്രൻ എടുക്കുന്നതൊക്കെ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള യൂസ് ആണ്. അത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാതെ ഡ്രഗ്സ് എടുക്കാതിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് റാഷണൽ യൂസിൽ വരുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. ജനറൽ ടോപ്പിക്സ് ആയതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞത്. നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാവരും ആപ്പിൽ കയറി ക്ലാസ്സസ് കാണുക. ഇത് നമ്മുടെ ടൈം ആയതുകൊണ്ടും ഇത് ജനറൽ ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്.